ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് എങ്ങോട്ടാന്നല്ലേ ഒന്ന് ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പോക്കാണ് കേട്ടോ. 2 വണ്ടികളായിട്ട് ഞങ്ങളെ ഫാമിലി മൊത്തം ഉണ്ടേ. ഈ ചെക്കൻ അംഗൻവാടിയിൽ നിന്നൊക്കെ പിടിച്ചിട്ടാട്ടോ അതാ യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായിരിക്കണം. ഈ ചൂടത്ത് എല്ലാവരും കൂടി കൂടുമ്പോൾ ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സംഭവിക്കാറില്ലേ ഈ കുളിക്കാൻ പോക്ക്. ഇപ്പോൾ ഗൈസ് കുറേ അണ്ണാച്ചികൾ, അണ്ണാച്ചൻ ഓടി രക്ഷപ്പെട്ടു. കുറേ അണ്ണാച്ചികളുണ്ട്. ഇതൊക്കെ ഞങ്ങളെ കൂടെ പോകുന്നതാണ്. പൈസൊന്നും കിട്ടിയല്ല. ഒരു പെട്ടിയുണ്ട് ഗൈസ്. ഇവിടെ വന്നപ്പോ ഫുൾ ചെക്കന്മാര് ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആകെ ഒരു ചെക്കൻ ഞങ്ങളെ കൊടുത്ത് 2 ചെക്കന്മാരുണ്ട്. പേടിക്കണ്ടന്മാർ പോയൊക്കെയാണീ ഭീഷണിപ്പെടുത്തിയാളി. അപ്പോലൊക്കെ കേറി പോയിക്കോളൂ. ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാണ് മനുഷ്യനെ ഞങ്ങൾ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളെ രാജാവ്. ബേക്കിലാണെന്നുള്ളൂ. രാജാവ് എല്ലായിടത്തും ബേക്കിലുണ്ടാവുക. ആന്നെ ഇവറ് ആ പൊട്ടൻ വീണ്ടും ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. മണ്ടന്മാരൊക്കെ തിരിഞ്ഞു പോരി. ഇങ്ങോട്ട് തന്നെയാണ്. ഒക്കെ അണ്ടികളായി വേക്കിൽ വരുന്നുണ്ട് ഗൈസ്. ഒക്കെ കുറെ അണ്ടികൾ വേക്കിൽ വരുന്നുണ്ട്. ഓ ഇല്ലത് അടച്ചോനെ. ദുഷ്കരമായ പാതയിലൂടെയാണ് ഞങ്ങളെ യാത്ര. വളരെയേറെ ദുഷ്കരമായ പാത. ഇവിടുന്ന് വീണാതാ അതിലോട്ട് പോകും. ഓ വള്ളി, ശരിക്കത്തെ വള്ളി കേട്ടോ. മറ്റേ വള്ളിയും പനിയും പറയുന്ന വള്ളിയല്ല, ഇത് ഒറിജിനൽ വള്ളി. ഒരു പക്ഷേ ഇവിടുന്ന് വീഴാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഈ തന്ത എവിടെ പോയി എന്നറിയില്ല. എടുക്കണം ഗൈസ്, ഇതിലെന്തോ സംഭവിക്കുന്നു. പ്രേതാലയം പോലൊക്കെ ഉണ്ട്. അയ്യോ പ്രേതാലയത്തിന് വെക്കുന്നത് കുറച്ച് വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എത്തി ഗൈസ്. എന്തിട്ടല്ലേട്ട ഫാത്തിമ? പേടിയാവുക. ഒരാൾക്ക് പേടി. വെള്ളം കണ്ട പേടിക്കൂ. എന്താ നിങ്ങൾ ഇറങ്ങാത്ത? ഇടക്കിടക്ക് കുളിച്ചാ ജലദോഷം വന്നിടും. അതല്ലേ മാസത്തിലൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജലദോഷം വന്നിടും. നമ്മളവിടെ എത്തിയപ്പോൾ താമസം തന്നെ കുട്ടികളൊക്കെ ഇറങ്ങി ചാട്ടം തുടങ്ങിയേ. ഇവിടേക്ക് ചൂടുകാലം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. വലിയ എക്സ്പെൻസും ഇല്ല. മക്കൾക്കൊക്കെ ഒന്ന് നീന്തം പഠിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. വലിയ ആഴമില്ല, എന്നാലും അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. മഴക്കാലത്ത് വല്ലാണ്ട് വരാൻ കഴിയില്ല, അത്യാവശ്യത്തിലേറെ വെള്ളം ഉണ്ടാവും. അപ്പം എവിടെയാണ് കായുള്ളത് അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അറിയാത്തൊരു പൊട്ടൻ എവിടെ നീന്തി കളിക്കുന്നു. ഞാൻ പോയാൽ എന്റെ ഫോൺ പോകരുത് എന്നാണ് ഈ കെട്ടിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുമ്പ് വന്നപ്പോൾ ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിട്ട് ഇവിടെ. അപ്പോൾ വെള്ളം ഇറങ്ങുന്ന സമയത്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ കാണുക. കാരണം ഇത് ഈ ചെറിയ ചെറിയ ഇങ്ങനെ കയങ്ങളില്ലേ, ഇതിലൊക്കെ വെള്ളം നിറഞ്ഞ സത്യത്തിൽ നമ്മളവിടെ ഇറങ്ങിയാൽ കാണൂല. വെള്ളം കുറഞ്ഞിരിക്കുമ്പോഴാണ് കാണുക കേട്ടോ. ഞങ്ങൾ സാധാരണ ഇറങ്ങൽ ഈ ഭാഗത്തേക്കല്ല, ഇതിൻ്റെ നേരെ അടിഭാഗത്തേക്കാണ്. ഇവിടെ അത്യാവശ്യത്തിലേറെ സ്പേസ് ഉണ്ട്, അതുകൊണ്ട് നല്ല സുഖമാണ്. പക്ഷെ അവിടെ നിറയെ ചെക്കന്മാരുള്ളതുകൊണ്ടാണ് ഞങ്ങളും കൂടി മുകളിലേക്ക് കയറിയത്. ഞങ്ങളിതാ കുളി കഴിഞ്ഞ് പോവാണ്. ഇപ്പോൾ കുറേ ടീം ഇതാ കുളിക്കാൻ വന്നാണ്. ഇവിടെ ഒരു
ടീം ഇവിടെ ഒരു ടീം ഇതാ കുറേ മരം കയറി മല കൂടി വരുന്നത്. എൻ്റെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് കുളിക്കാനൊക്കെ പറ്റിയ സ്പേസ് തന്നെയാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം ശ്രദ്ധിക്കണം, ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. ഇതല്ല പൊത്തിതൊക്കെ വെള്ളം വരുമ്പോഴുള്ള കാണുന്നില്ല. വെള്ളം കുറഞ്ഞപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അവസ്ഥ കാണുന്നത് പാറൻ്റെ. കറക്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഉറുമി ജല അതോറിറ്റിൻ്റെ എന്തോ ഒരു സംഭവമുണ്ട്, KCBൻ്റെ, അതിൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൂടെയുള്ള വണ്ടിയിൽ നിന്ന് ഈ സാധനത്തിന് ആരോ പുറത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി കയറാൻ വേണ്ടി നിൽക്കുക. ഇതിന്റെ ഡ്രൈവർക്ക് എന്താ കണ്ണാണൂല? ഞാൻ ഉണ്ടാതെ പോകും കേസ്, ഞാൻ ഓടട്ടെ. അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ കുളിക്കണ വീഡിയോ ഒക്കെ അവിടെ ഇട്ടാൽ പിന്നെ റീച്ച് കൂടുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇട്ടില്ല. അവിടുന്ന് പോരിനെ വയ്ക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വണ്ടി ചെറുങ്ങനെ ഒരു പണിയെന്ന്. അതിൽ പിന്നെ ഞങ്ങൾ തൽക്കാലം അവിടെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ അടുത്തുള്ള നാത്തൂൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അവിടെ പോയി കുറച്ച് മാങ്ങൊക്കെ പറിച്ച് അതൊക്കെ ഒന്ന് ഉപ്പും മുളകൊക്കെ ചേർത്ത് തിന്ന് ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ആ ഒരു ഫീലൊന്നും ഞങ്ങളെ കൈമാറില്ല കേട്ടോ. നല്ല അടിപൊളി മാങ്ങ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി പാകാക്കി ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കാട്ടത്. അപ്പോഴത്തേനും നമ്മളെ താത്ത നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിനി. അതിൻ്റെ കൂടെ തന്നെ ചായയും കടിയൊക്കെ വെച്ചെന്നിനി. ഒരു സാധനം തിരിച്ചു കൊടുക്കാണ്ടായില്ല. അപ്പോഴത്തേനും നമ്മളെ സ്നേഹനിധിയായ താത്ത ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ തിന്നാൻ കിട്ടാത്ത ഒരു ഭക്ഷണം അയക്കണ അരി പെരുന്തിയിട്ടാണ്. പിന്നെ അവിടുന്ന് പെട്ടെന്ന് വണ്ടി നന്നാക്കി ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ചാനലൊന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.